ഞങ്ങൾ ഈ ആന ശല്യവും കരിവണ്ടിൻ്റെ ശല്യം കാരണം പെരയുടെ മണ്ടയ്ക്കാണ് കിടക്കുന്നത്. അന്നേരം പെട്ടെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ എണീക്കുക. പെരയ്ക്കകത്ത് ഫാനും ജനലൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിയിൽ നടക്കുന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് പെരയുടെ മണ്ടയ്ക്ക് അങ്ങനെ കിടക്കുന്നത്. എന്നാൽ ഈ സൈഡിലായിരുന്നു എപ്പോഴും കിടക്കുന്നത്, അടുക്കള ഭാഗത്ത് ടെറസിൻ്റെ മണ്ടയ്ക്ക്. അന്നേരം ഭയങ്കര കരിവണ്ട് ദേഹത്തൂടൊക്കെ അങ്ങ് എഴുത് കാരണം ഞങ്ങൾ അപ്പുറത്തോട്ട് മാറി കിടന്ന്. അന്നേരം ഇടയ്ക്ക് ഒരു 12-20 ആയപ്പോൾ ഒന്ന് ഏതാണ്ടൊന്ന് അനങ്ങി. അവർ ആനയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് പിന്നെ അങ്ങ് കിടന്ന്. പിന്നെ ജോലിക്കൊക്കെ പോകുന്ന പോയിട്ട് വരുന്നില്ല, ക്ഷീണം കൊണ്ട്. ഇതൊരു 4:30 ആയപ്പോഴാണ് എണീറ്റ് ഞാനിങ്ങനെ നോക്കി, ജസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ട് ഇങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന പട്ടി എങ്ങാണ്ട് അഴിഞ്ഞ് പോയിട്ട് വന്നിരിക്കുവാന്നും പറഞ്ഞ് ഞാൻ നോക്കുന്നത്. പിന്നെ ഒന്നും കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ ആ പുലിയാന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ചെന്ന് ഫോൺ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്ത് ഇക്കായം വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അത് എങ്ങോട്ടോ പോയി. പിന്നെ വ്യക്തമായിട്ട് കണ്ടില്ലേ? വ്യക്തമായിട്ട് ഞാൻ ഇരിക്കുന്നത് ഞാൻ കണ്ട്. നല്ല വലിപ്പത്തിലും കറുത്ത വട്ട പുള്ളിയും നല്ല പൊക്കവും ഉണ്ട്, ഇത്രയും പൊക്കവും ഉണ്ട് ഞാൻ ഇരിക്കുന്നത് കണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി നോക്കിയപ്പോൾ പട്ടി ഇതുപോലെ ഇങ്ങനെ കഴുത്തിനൊന്നും പിടിച്ചിട്ടില്ല, ഈ ഉടൽ ഭാഗം ഇത്രയും പിടിച്ച് താപ്പോട്ടും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഇത്ര മലിച്ച് തിന്ന് അതുപോലെ അവിടെ ഇട്ടിരിപ്പുണ്ടായിരുന്നു. അവരുടെ ഭാഗം ഫുള്ളും തിന്ന്. 2 ദിവസം കൊണ്ട് അത് കൂട്ടിലോട്ട് കയറാൻ അങ്ങ് മടിക്കുമായിരുന്നു. നമ്മൾ വിചാരിച്ചതിനകത്ത് എലിയോ എന്തെങ്കിലും ഇഴജന്തുക്കളെ കണ്ട് പേടിച്ചിട്ടാക്കിയത്. ഇന്നലെയൊക്കെ രണ്ടാമത് വന്നിച്ചിട്ട് നീട്ടി കെട്ടിയപ്പോൾ ഇവിടെ കിടക്കുമായിരുന്നു. മറ്റേ ഇതിനകത്തോട്ടായിരുന്നു കെട്ടുന്നത്. ഈ ഷീറ്റും എടുത്ത് മറച്ച് വയ്ക്കുമായിരുന്നു. അതിന് കിടക്കാനുള്ള അസൗകര്യം കൊണ്ട് ഷീറ്റ് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഇവിടെ കിടക്കുമായിരുന്നു. രണ്ട് തുടലിട്ട് കൂട്ടിയേക്കുവായിരുന്നു. 2 നീട്ടി കെട്ടിയോണ്ട് ഇത് കിടക്കുന്ന ഇങ്ങോട്ട് കയറാത്തോണ്ട് ഒന്നും കൂടെ നീട്ടി ഇവിടെ കെട്ടിയപ്പോൾ ഇതിനെ മണ്ട കയറി കിടന്നു. മേളിൽ നിന്നോണ്ട് അറിയാം, നമ്മൾ ഇവിടെ അടുക്കള വാതിക്ക് താഴെ ഇറങ്ങിയില്ല, മേളിൽ നിന്നോണ്ട് ഞാൻ നോക്കിയതിൻ്റെ പേരില്ല അത്ര വ്യക്തമായിട്ട് കണ്ടത്. ഇന്നതിന് ശേഷം അവിടെ പോയി ഇരിക്കുമായിരുന്നു. അന്നേരം ബാങ്ക് വിളിക്കുകയും കൂടെ ചെയ്യുമായിരുന്നു. അത്രയും സമയം ആയുള്ളൂ. ഞാനിങ്ങനെ നോക്കുന്ന കണ്ടോ എന്തോന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതിങ്ങനെ കുത്തി ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നാൽ ഞാൻ വന്നാൽ ഫോട്ടോ എടുത്ത് ഇക്കായം വിളിക്കാമെന്ന് പറഞ്ഞ ഫോൺ അപ്പുറം ഇങ്ങനെ തിരിഞ്ഞാൽ മതി, ഫോൺ താഴെ ഇരിപ്പുണ്ട്. ഞാൻ കിടക്കുന്നിടത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അങ്ങനെ അടുത്ത് ഇക്കായം ഞോണ്ടി വിളിച്ചിട്ട് നോക്കിയപ്പോൾ ഉണ്ട് അത് എങ്ങോട്ടോ പോയെന്ന് കണ്ടില്ല. ഇവിടെ ഇരിക്കുമായിരുന്നു, പക്ഷേ എങ്ങോട്ടോ പോയത് നമ്മൾ കണ്ടില്ല. കഴിഞ്ഞ പുലർച്ചയിലാണ് ഇവിടെ പുലി ഇറങ്ങിയ ഒരു വളർത്തുനായ പിടിച്ചത്. പണയം വെച്ചാൽ പോലും കിട്ടുന്ന ഒരു 50,000 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു പട്ടിയായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു പട്ടിയായിരുന്നു അവർ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരുന്നു ആ പട്ടിയെ കൊണ്ട്. എന്തൊരു അനക്കം കേട്ടാലും അത് കുരയ്ക്കുമായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് തന്നെ ധൈര്യത്തോടെ ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നു. ഇങ്ങനെയുള്ളൊരു ശല്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. 50 വർഷം കൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ. ഇപ്പം ഈ നിരന്തരമായി ആനയായാലും പുലിയായാലും ഈ നാട്ടിൽ ഭയങ്കര ശല്യമായി മാറിയിരിക്കുമോ. വനവകുപ്പ് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. കാര്യം അവർ എന്തെങ്കിലും ഞങ്ങൾ അറിയിക്കുന്ന ഉടനെ അവരോട് ഇങ്ങോട്ട് വരും. പിന്നെ 5-6 ദിവസം ഇങ്ങോട്ട് വരും. അതെന്തെങ്കിലും പേപ്പറിൽ കുറിക്കുക, അവരങ്ങനെ പോവുക. അതിനൊരു തീരുമാനവും ഇല്ല. ഞങ്ങൾക്ക് മിക്ക ദിവസവും ഇവിടെ ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ്. മൃഗശല്യം ആനയെന്ന് പറഞ്ഞാൽ അവർ ഒരു ഫെബ്രുവരി 2026 ആയതിനു ശേഷം ഒരു 5 പ്രാവശ്യം എല്ലാ രാത്രിയിൽ ഇവിടെ കയറി വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കൊന്നും ഒരു കൃഷി ചെയ്യാനോ ജീവിക്കാനോ വയ്യാത്ത ഒരു വീട്ടിലോട്ട് കയറുന്നു, അത് ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു, ഇറങ്ങിപ്പോകുന്നുള്ള ഒരു അവസ്ഥയിലായി. ഞങ്ങൾക്ക് ഒരു കൃഷിയും ചെയ്ത് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. പുലി ഭയങ്കര ശല്യമായിട്ട് മാറി.